ഹായ് ഓൾ, ACR എക്സാംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ BCom കോഴ്സിൻ്റെ ബിസിനസ് എക്കണോമിക്സ് എന്ന സബ്ജക്റ്റ് സിലബസ് ഡിസ്കഷനാണ് ചെയ്യുന്നത്. ബിസിനസ് എക്കണോമിക്സ് എന്ന സബ്ജക്റ്റിൻ്റെ കോഡ് നിങ്ങൾ ശ്രദ്ധിക്കണം. KU2 DSCCOM 108 എന്ന കോഡ് ഉള്ള ബിസിനസ് എക്കണോമിക്സ് സിലബസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ പോയിൻറ്റ്സ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഓരോ മൊഡ്യൂൾ പറയുമ്പോഴും അതിലെ പോയിൻറ്റ്സൊക്കെ നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. കാരണം സിലബസിൻ്റെ ഉള്ളിൽ നിന്ന് മാത്രമായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പം ഓരോ സ്പെസിഫിക് പോയിൻറ്റ്സ് നോക്കിയിട്ട് അത് ബേസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഈ സിലബസ് ഡിസ്കഷന് ശേഷം ഓരോ മൊഡ്യൂളിൻ്റെയും സെപ്പറേറ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അത് കൃത്യമായിട്ട് കിട്ടാനായിട്ട് എൻ്റെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക. സോ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂൾ നോക്കാം. ഫസ്റ്റ് മൊഡ്യൂൾ ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് എക്കണോമിക്സ് എന്ന ഒരു മൊഡ്യൂളാണ്. ഇതിൽ ബിസിനസ് എക്കണോമിക്സിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു തിയറിറ്റിക്കൽ ഏരിയയാണ് വരുന്നത്. ബിസിനസ് എക്കണോമിക്സ് മീനിങ്, ഡെഫിനിഷൻ, സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ്, ബേസിക് ടൂൾസ് ഓഫ് ബിസിനസ് എക്കണോമിക്സ്, ദെൻ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പ്രിൻസിപ്പിൾ, ഇൻക്രിമെൻ്റൽ ആൻഡ് മാർജിനൽ കൺസെപ്റ്റ്സ്, ബേസിക് ഇക്കണോമിക് റിലേഷൻസ്, ഫങ്ഷണൽ റിലേഷൻസ്, ടോട്ടൽ, ആവറേജ് ആൻഡ് മാർജിനൽ റിലേഷൻസ്, യൂസ് ഓഫ് മാർജിനൽ അനാലിസിസ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഇത്ര ഏരിയയാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. ദെൻ സെക്കൻഡ് മൊഡ്യൂൾ ഈസ് അബൌട്ട് തിയറീസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൊഡ്യൂളാണ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ തിയറി. അതിൽ ഡിമാൻഡ്, മീനിങ്, ലോ ഓഫ് ഡിമാൻഡ്, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി, ഡിമാൻഡ് ഷെഡ്യൂൾ, ഇൻഡിവിജ്വൽ ആൻഡ് മാർക്കറ്റ് ഡിമാൻഡ് കർവ്, ഡിറ്റർമിനൻറ്റ്സ് ഓഫ് ഡിമാൻഡ് ആൻഡ് ചേഞ്ചസ് ഇൻ ഡിമാൻഡ്. ദെൻ സപ്ലൈ, മീനിങ്, സപ്ലൈ ഷെഡ്യൂൾ, individual and market supply curve, determinants of supply, law of supply, changes in supply, then equilibrium of demand and supply, determination of equilibrium price and quantity, effect of a shift in demand or supply, elasticity of demand and supply. ഇത്ര ഏരിയാസ് വരുന്നുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഈ മൊഡ്യൂളിലെ മുഴുവൻ ഭാഗങ്ങളും മസ്റ്റായിട്ട് പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. ദെൻ തേർഡ് മൊഡ്യൂൾ തിയറീസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് പ്രൈസിങ്. തിയറീസ് ഓഫ് പ്രൊഡക്ഷനിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ബേസിക് കോൺസെപ്റ്റ്സ്, പ്രൊഡക്ഷൻ ഫങ്ഷൻ, ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ, ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ. അത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, വേരിയബിൾ പ്രൊപ്പോർഷനും റിട്ടേൺസ് ടു സ്കെയിലും. ദെൻ പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം എന്താണ്, ലീസ്റ്റ് കോസ്റ്റ് ഫാക്ടർ കോമ്പിനേഷൻ ആൻഡ് ഔട്ട്പുട്ട് മാക്സിമൈസേഷൻ ഫോർ എ ഗിവൺ ലെവൽ ഓഫ് ഔട്ട്ലേ. പ്രൈസിങ് ആൻഡ് പ്രൈസിങ് പോളിസി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രൈസിങ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രൈസിംഗ് പോളിസി, ടൈപ്സ് ഓഫ് പ്രൈസിംഗ്. സോ പ്രൈസിങ്ങിൻ്റെ ഏരിയയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. സോ ഈ ഏരിയയെല്ലാം കൃത്യമായിട്ട് നോക്കുക. ദെൻ ഫോർത്ത് മൊഡ്യൂൾ നാഷണൽ ഇൻകം, കൺസെപ്റ്റ്സ് ആൻഡ് മീനിങ്, കമ്പ്യൂട്ടേഷൻ ഓഫ് നാഷണൽ ഇൻകം, മെഷർമെൻറ്റ് ഓഫ് GDP, കോമ്പണൻസ് ഓഫ് GDP, ദെൻ മോണിറ്ററി ആൻഡ് ഫിസിക്കൽ പോളിസീസ്, ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇന്ത്യൻ ഇക്കണോമി, മേജർ ഇഷ്യൂസ് ഓഫ് ഡെവലപ്മെൻറ്റ് എക്സ്പീരിയൻസ് ആൻഡ് റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ ഇക്കണോമി, ഫീച്ചേഴ്സ് ഓഫ് കേരള ഇക്കണോമി, കേരള മോഡൽ ഡെവലപ്മെൻറ്റ്, ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് ഇൻ കേരള. ഇങ്ങനെ 4 മൊഡ്യൂളുകളായിട്ടാണ് നിങ്ങളുടെ ടോപ്പിക്ക് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കറിയാം ടോട്ടൽ 70 മാർക്സിലായിരിക്കും ഉണ്ടാവുക. 70 മാർക്കിലാണ് എക്സ്റ്റേണൽ എക്സാം ഉണ്ടാവുന്നത്. സോ ഈ പോയിൻറ്റ്സൊക്കെ നിങ്ങൾ മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3, മൊഡ്യൂൾ 4 ഈ പോയിൻറ്റ്സൊക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ മൊഡ്യൂളിൻ്റെയും വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പേജ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഡിസ്കഷൻ നടത്താൻ വേണ്ടിയിട്ട് സാധിക്കില്ല. എങ്കിലും നിങ്ങൾക്ക് പ്രീവിയസ്ലി മാനേജറിയൽ എക്കണോമിക്സ്, ബിസിനസ് എക്കണോമിക്സ് എന്നൊക്കെ പറഞ്ഞ് പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. മുഴുവൻ ഈ കറക്റ്റ് സിലബസ് അല്ല എങ്കിലും ഈ ഏരിയയിലുള്ള ടോപ്പിക്സൊക്കെ ഉള്ള ഒരു മാനേജറിയൽ എക്കണോമിക്സ് എന്ന പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ലെവലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നിങ്ങൾക്കൊന്ന് നോക്കാവുന്നതാണ്. സോ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യാം. താങ്ക്